അന്ന് കിഷോർകുട്ടി കാര്യമായിട്ട് പറഞ്ഞാണോന്ന് എനിക്കറിയില്ല. കൃഷ്ണപ്രസാദ് കൊണ്ടുപോയ കാശ് തരാന്ന് ഏറ്റിരുന്നേ. ഓ, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. എപ്പോഴാ വേണ്ടേ? അത്രയൊന്നും വേണ്ട, ഒരു 10,000 കിട്ടിയാ മതി. ഋഷികേശൻ ഞാൻ വേണ്ടാന്ന് വെച്ചു, പകരം രാമേശ്വരം ആക്കി. ഞാൻ ഇപ്പൊ തന്നെ ചെക്ക് തരാം. അമ്മാവൻ ബാങ്കിൽ പോയി എടുത്തോളൂ. അതെ, മരിക്കണേ 2 ദിവസം മുമ്പ് പ്രവീൺകുട്ടിയും ഒരു ചെക്ക് തന്നിരുന്നേ കടായിട്ട്. അപ്പൊ ഞാനും 2 ദിവസത്തിനകം തട്ടിപ്പോന്നാണോ? പറയാൻ പറ്റില്ല, അത്രയ്ക്കും കൈപ്പുണ്യാണേ. ആ, ഇപ്പൊ 12 1 മണിക്ക് മുമ്പേ ചെന്നോളൂ. എന്റെ ആ ശേഖർ, ഞാനാ സർ. പൂമംഗലത്തെ കുഞ്ഞുകുട്ടൻ തമ്പുരാനെ ഞാൻ ചെക്ക് കൊടുത്ത് ബാങ്കിലേക്ക് അയച്ചിട്ടുണ്ട്. പണം വാങ്ങിക്കഴിഞ്ഞാലുടൻ തമ്പുരാനെ ഫോളോ ചെയ്യണം. ഓക്കെ? ഓക്കെ സർ. ഇനിയെങ്കിലും നീ ഇങ്ങനെ കറങ്ങി നടക്കാതെ എങ്ങോടെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക്. കൊടുക്കും. വല്യച്ഛന് ഞാൻ ഒരു ഭാരമില്ലേ? അതുകൊണ്ടല്ല, എന്നെങ്കിലും തമ്പുരാൻ നിന്റെ മകനായിട്ട് അംഗീകരിക്കുമെന്നായിരുന്നു എന്റെ വിശ്വാസം. പക്ഷെ ഇപ്പൊ നിന്റെ കഴുത്തിൽ കൊലക്കയറ് വീഴല്ലേ എന്നാ എന്റെ പ്രാർത്ഥന. നീ പോ, എവിടെയെങ്കിലും പോയി നീ രക്ഷപ്പെടും. എന്നാലും കിഷോർകുട്ടി, അമ്മാവനോട് ഈ ചതി വേണ്ടായിരുന്നു. അമ്മാവന് ഈ ചതി എന്നോടും വേണ്ടായിരുന്നു. ഏതായാലും രാമേശ്വരം യാത്ര മുടക്കണ്ട. പണ്ട് വേളി കഴിക്കാൻ കൊതിച്ചിരുന്ന പെണ്ണ് മറ്റൊരാളുടെ കുട്ടിക്ക് ജന്മം നൽകുന്ന കണ്ടിട്ടും എല്ലാം ഉള്ളിലൊതുക്കി ജീവിച്ച അമ്മാവനോട് എനിക്കെന്നും ബഹുമാനേ തോന്നിയിട്ടുള്ളൂ. ഇപ്പോ തനിക്ക് പിറക്കാതെ പോയ മകനെ സ്വന്തം മകനെ പോലെ കരുതി സ്നേഹിക്കുന്ന കാണുമ്പോൾ അമ്മാവനോടുള്ള ആദരവ് പിന്നെയും കൂടുക. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാനല്ല പ്രവീണിനെ കൊന്നത്. പ്രീതുവിനെ കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങളല്ലേ? അല്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു. എത്ര ചോദിച്ചാലും അവൻ കൺഫസ് ചെയ്യില്ല. വേണമെങ്കിൽ അവനെ കൊണ്ട് സത്യം പറയിക്കാം. പക്ഷേ കോടതിയിൽ വന്ന് അവൻ മാറ്റി പറയും. അവന്റെ ഷട്ടിൽ തെറിച്ചിരിക്കുന്നത് പ്രവീണിന്റെ രക്താണെന്ന് നമുക്കറിയാലോ. ആ റിസൾട്ട് മാത്രം മതി ഏത് കോടതിക്കും അവനെ ശിക്ഷിക്കാൻ. Would you state name and occupation for the records, please? കിഷോർ വർമ്മ IPS, Assistant Superintendent of Police, Special Investigation Unit. Mr. Officer, എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കൃഷ്ണപ്രസാദിനെതിരെ കേസ് ചാർജ് ചെയ്തത്? വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. സംഭവം നടന്ന രാത്രിയെക്കുറിച്ച് അയാൾ പറഞ്ഞതെല്ലാം നുണയായിരുന്നു. അയാളുടെ ഷട്ടിൽ തെറിച്ച രക്തം പ്രവീണിന്റേതാണെന്ന് DNA ടെസ്റ്റിൽ തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റാരെങ്കിലുമാണ് ഈ കൊല നടത്തിയതെന്ന് ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. നിങ്ങളുടെ കണ്ടെത്തലിൽ പ്രതി എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൊല നടത്തിയത്? രാജകുടുംബത്തിലെ അംഗമാകാൻ കഴിഞ്ഞാൽ കൃഷ്ണപ്രസാദിന് രാജസ്വത്തിന്റെ അവകാശം കിട്ടും. അതിന് തടസ്സമായി നിന്ന പ്രവീണാണ്. അതിന്റെ പേരിൽ പ്രതിക്ക് പ്രവീണിനോട് കടുത്ത ശത്രുതയുണ്ടായിരുന്നു. അതായത് പ്രവീൺ കൊല്ലപ്പെട്ടാൽ രാജപദവിക്ക് പുറമെ ഏതാണ്ട് 10 കോടിയോളം വരുന്ന സ്വത്തുക്കളും കൃഷ്ണപ്രസാദിന് ലഭിക്കും, അല്ലേ? അതെ. നോ മോർ ക്വസ്റ്റ്യൻസ്, യുവർ ഓണർ. യുവർ വിറ്റ്നസ്. താങ്ക് യു, യുവർ ഓണർ. ഓഫീസർ, എന്റെ കക്ഷിയായ കൃഷ്ണപ്രസാദിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം തെളിഞ്ഞാൽ അയാൾക്ക് വധശിക്ഷ കിട്ടുമെന്നുള്ള കാര്യം താങ്കൾക്കറിയാമോ? അറിയാം. കൃഷ്ണപ്രസാദിന് വധശിക്ഷ കിട്ടിയാൽ അയാൾക്ക് അർഹതപ്പെട്ട 10 കോടിയോളം വരുന്ന സ്വത്തുക്കൾ ആർക്കാണ് ലഭിക്കുക? രാമവർമ്മ വലിയ തമ്പുരാനും അദ്ദേഹത്തിന്റെ സ്യാലൻ പ്രതാപവർമ്മയ്ക്കും. ഈ പ്രതാപവർമ്മ താങ്കളുടെ അച്ഛനല്ലേ? അതെ. അപ്പോൾ കൃഷ്ണപ്രസാദിന് വധശിക്ഷ ലഭിച്ചാൽ താങ്കളുടെ അച്ഛന് 5 കോടിയോളം വരുന്ന സ്വത്തുക്കൾ ലഭിക്കും, ശരിയല്ലേ? ശരിയാണ്. ആ സ്വത്തിനു വേണ്ടിയല്ലേ നിരപരാധിയായ കൃഷ്ണപ്രസാദിന്റെ മേൽ നിങ്ങൾ ഈ കുറ്റം ചുമത്തിയത്? ഒബ്ജക്ഷൻ, യുവർ ഓണർ. സസ്റ്റൈൻഡ്. നോ മോർ ക്വസ്റ്റ്യൻസ്, യുവർ ഓണർ. വിറ്റ്നസ് ഈസ് എക്സ്ക്യൂസ്ഡ്. നിങ്ങളും കിഷോർ വർമ്മ IPSും തമ്മിൽ ശത്രുതയിലാണല്ലേ? അല്ല. പിന്നെന്തിനാണ് നിങ്ങൾ തമ്മിൽ ഈ കേസിന്റെ പേരിൽ ഇങ്ങനെ മത്സരിക്കുന്നത്? എനിക്ക് ആരോടും മത്സരമില്ല. മത്സരമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കേസ് റീഓപ്പൺ ചെയ്തത്? ഈ കേസിന്റെ അന്വേഷണത്തിൽ തുടക്കം മുതൽ എനിക്ക് സംശയം തോന്നിയതുകൊണ്ട്. സംശയം തോന്നിയത് അന്വേഷണത്തെ കുറിച്ചോ അതോ അന്വേഷണം നടത്തിയ ഓഫീസറെ കുറിച്ചോ? അന്വേഷണം നടത്തിയ രീതിയെക്കുറിച്ച്. അതുകൊണ്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ അന്വേഷണം നടത്തി. അതെ. എന്നിട്ട് മറ്റാരെങ്കിലുമാണ് ഈ കൊല നടത്തിയതെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഇല്ല. അതായത് പ്രവീണിനെ കൊല്ലാൻ മാത്രം ശത്രുതയുള്ള മറ്റൊരാളെ കണ്ടെത്താൻ താങ്കൾക്ക് സാധിച്ചില്ല, അല്ലേ? അതെ. നോ മോർ ക്വസ്റ്റ്യൻസ്, യുവർ ഓണർ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മിസ്റ്റർ ഓഫീസർ. താങ്കൾ ഇപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം കൃഷ്ണപ്രസാദ് തന്നെയാണ് കൊലയാളിയെന്ന് താങ്കൾക്കും ബോധ്യമായി എന്നല്ലേ? അല്ല. പിന്നെ ഈ കൊല നടത്തിയത് കൃഷ്ണപ്രസാദ് ആണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കമോൺ ഓഫീസർ, ഇത്രയധികം തെളിവുകൾ കിഷോർ വർമ്മ കണ്ടെത്തിയിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് അത് അംഗീകരിക്കാത്തത്? ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി കണ്ടെത്തിയിരിക്കുന്നത് കൃഷ്ണപ്രസാദിന്റെ ഷട്ടിൽ തെറിച്ച രക്തമാണ്. ആ രക്തം പ്രവീണിന്റേതാണെന്ന് തെളിഞ്ഞത് DNA ടെസ്റ്റിലൂടെയാണ്. ആ ടെസ്റ്റ് ശരിയായ രീതിയിലാണോ നടത്തിയതെന്ന്
എനിക്ക് സംശയമുണ്ട്. എന്ന് വെച്ചാൽ ഈ DNA ടെസ്റ്റിന്റെ റിസൾട്ട് ശരിയല്ല. ഒബ്ജക്ഷൻ യുവർ ഓണർ. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഫോറൻസിക് ലാബിലാണ് ഡിപ്പാർട്ട്മെന്റ് ഈ ടെസ്റ്റ് നടത്തിയത്. അതേ ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസർ തന്നെയാ ഇപ്പൊ അതിനെക്കുറിച്ച് സംശയം പറയുന്നത്. ഓവർ റൂൾഡ്. മിസ്റ്റർ ഓഫീസർ, സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഫോറൻസിക് ലാബിൽ നടത്തിയ ഈ DNA ടെസ്റ്റിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ സംശയം? സർ, DNA ടെസ്റ്റ് തന്നെ പലതരത്തിലുണ്ട്. ഇത് ഇത്രയും പ്രധാനപ്പെട്ട തെളിവാകുമ്പോ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോളിമാർക്കർ DNA ടെസ്റ്റ് തന്നെ നടത്തേണ്ടതായിരുന്നു. യുവർ ഓണർ, കൂടുതൽ വിശദമായ DNA ടെസ്റ്റ് നടത്താൻ പ്രോസിക്യൂഷൻ തയ്യാറാണ്. അതിന് ബഹുമാനപ്പെട്ട കോടതി സമയം അനുവദിക്കണം. റിക്വസ്റ്റ് ഈസ് ഗ്രാൻഡഡ്. ഈ മാസം 24-ന് ഈ കേസ് വീണ്ടും കേൾക്കുന്നതാണ്. അന്നേ ദിവസം ടെസ്റ്റിന്റെ റിസൾട്ട് ഹാജരാക്കാൻ ഈ കോടതി ഉത്തരവാകുന്നു. എന്താ ഡോക്ടർ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? ഒരു പ്രശ്നമുണ്ട്. കോടതി നിർദ്ദേശിച്ച പോലെ ഞാൻ ആ ബ്ലഡിന്റെ വിശദമായ DNA ടെസ്റ്റ് നടത്തി. പക്ഷേ ഇപ്പൊ അത് മാച്ചാവണില്ല. എന്ന് വെച്ചാ കൃഷ്ണപ്രസാദിന്റെ ഷട്ടിൽ പറ്റിയിരിക്കുന്ന രക്തം പ്രവീണിന്റേതല്ല, മറ്റാരുടേതാണ്. അതെങ്ങനെ സംഭവിക്കും? നമുക്കെവിടെയോ തെറ്റുപറ്റി. ഇപ്പൊ കിട്ടിയ DNA ടെസ്റ്റിന്റെ ഫലം കോടതിയിലെത്തിയാൽ ആ നിമിഷം കോടതി അയാളെ